Hi friends, welcome back to our channel Makeup Malayalam എൻ്റെ പേര് ജി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ സ്ഥിരമായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ഒരു ഫ്രിസി ടൈപ്പ് ഓഫ് ഹെയർ ആണ്. അപ്പോൾ അത് എങ്ങനെ വർക്ക് ആവും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഇപ്പോൾ എൻ്റെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്നൊരു കുഞ്ഞു ബെല്ലൈക്കൺ അതൊന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയും അതപ്പോൾ തന്നെ കാണാനും സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ എന്റേതെന്ന് പറഞ്ഞൊരു ഫ്രിസി ടൈപ്പ് ഓഫ് ഹെയർ ആണ്. അപ്പം ഞാനിങ്ങനെ ഷാമ്പൂ ആൻഡ് കണ്ടീഷണറും ബ്രാൻഡുകൾ ഇങ്ങനെ മാറി മാറി യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ യൂസ് ചെയ്തത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഡ്രസ്സമ്മയുടെ ഷാമ്പൂവിനെ പറ്റിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മുടെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഷാമ്പൂ ആണ്. അപ്പം നമുക്ക് നമ്മളുടെ അഫോർഡബിൾ റേഞ്ചിലുള്ള, അതായത് നമ്മളുടെ ഫ്രിസി ഹെയർ ആയിട്ടുള്ളവർക്ക് അഫോർഡബിൾ റേഞ്ചിൽ കിട്ടുന്ന നല്ലൊരു ഷാമ്പൂ ആൻഡ് കണ്ടീഷണറെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പല ടൈപ്പ് ഓഫ് ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ മാറ്റി യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഈ ഒരു ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ ഞാൻ യൂസ് ചെയ്തിട്ട് ഇപ്പം കറന്റ് ഞാനിപ്പോൾ അതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എൻ്റെ മുടിക്ക് നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടായി. അപ്പം അത് ഏത് ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ നമുക്ക് നോക്കാം. അപ്പൊ അത് ഇതാണ് കേട്ടോ, ഡവിന്റെ ഷാമ്പൂ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് വലിയൊരു ബോട്ടിലാണ്. ഇതൊരു 340 ml ബോട്ടിലാണ്. ഇതെന്ന് പറയുന്നത് ഇന്റൻസ് റിപ്പയർ, അതായത് നമ്മളുടെ മുടിക്ക് നല്ല രീതിയിലുള്ള റിപ്പയർ, അതായത് ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയറിന് വേണ്ടിയിട്ടാണ് ഇവരിത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്റൻസ് റിപ്പയർ ആണ് അവർ മെയിൻ ആയിട്ടും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് നറീഷസ് ടു റിപ്പയർ ഡാമേജ് ആൻഡ് ഹെൽപ്പ് പ്രിവെന്റ് ഇറ്റ് ഫ്രം കമ്മിങ് ബാക്ക്. അതായത് നമ്മുടെ ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയറിനെ നമ്മൾ എന്താ പറയുക, നമുക്ക് മാനേജബിൾ ആവുന്ന രീതിയിൽ ഫ്രിസിനെസ് ഒക്കെ മാറി ഡ്രൈനെസ് ഒക്കെ മാറിയിട്ട് നല്ല സിൽക്കി ആൻഡ് സ്മൂത്ത് ആയിട്ട് മാറ്റുകയും ചെയ്യും. അത് പിന്നെ തിരിച്ച് നമ്മുടെ ഈ ഒരു ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഡവിന്റെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ തിരിച്ച് ആ ഒരു ഫ്രിസിനെസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയറിലേക്ക് പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു 340 ml ബോട്ടിലാണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 330 ആണ്. അപ്പോൾ നമുക്കറിയാം ഇത്രയും ml ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇതിന്റെ പ്രൈസ് അത്രയും ആയിട്ട് 330 ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ചെറിയ ബോട്ടിലുണ്ട്. അപ്പോൾ അത് വാങ്ങി നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വലിയ ബോട്ടിൽ യൂസ് ചെയ്യാൻ. അപ്പം ഡബിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും ഇപ്പം നമ്മൾ ഡബിന്റെ സോപ്പൊക്കെ ഉപയോഗിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കുളിച്ച് കഴിഞ്ഞാലും വെള്ളം ഒഴിച്ച് കഴിഞ്ഞാലും നമുക്കൊരു മോയ്സ്ചറൈസേഷൻ ഫീലാണ് വരുന്നത്. ചിലർക്കൊന്നും ചിലപ്പോൾ ആ ഒരു മോയ്സ്ചറൈസേഷൻ്റെ എഫക്റ്റ് ഇഷ്ടമല്ലായിരിക്കും. പക്ഷെ ഞാൻ യൂസ് ചെയ്തിരുന്നു, അവരുടെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനെ ഒരു മോയ്സ്ചറൈസേഷൻ നമ്മുടെ ബോഡിക്ക് കിട്ടുന്നത്. അപ്പം ആ ഒരു ഇത് തന്നെയായിരിക്കും അവർ ഇതിനകത്ത് കൊടുത്തത്. അതായത് നമ്മളിപ്പോൾ ഒരു ഷാമ്പൂ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷാമ്പൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണെങ്കിലും കണ്ടീഷണർ മസ്റ്റായിട്ടും അപ്ലൈ ചെയ്യണം. അപ്പോൾ ആ ഒരു ഷാമ്പൂ നമ്മുടെ ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയറിന് വേണ്ടിയിട്ടാണ്. ഇനി അടുത്തതായിട്ട് നിങ്ങളെ കണ്ടീഷണർ പരിചയപ്പെടുത്താം. ഇതാണ് ആ കണ്ടീഷണർ. കണ്ടീഷണർ ചെറിയ ബോട്ടിലാണ് കേട്ടോ, 175 ml ഉള്ളൂ ഈ ഒരു കണ്ടീഷണറും. ഇതും നമുക്ക് ഡെയിലി ഷൈനിങ് ആണ് ഇതിന് മെയിനായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. ഫോർ ഡൾ ഫ്രിസി ഹെയർ, നമ്മളുടെ ഫ്രിസി ആയിട്ടുള്ള ഹെയർ അല്ലെങ്കിൽ ഡൾ ആയിട്ടിരിക്കുന്ന ഒരു തരത്തിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു ഹെയർ ആണെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ നല്ല രീതിയിൽ റിപ്പയർ ചെയ്ത് നമ്മളുടെ ഒരു മാനേജബിളായിട്ടുള്ള ഫ്രിസിനെസ് ഒക്കെ മാറി സോഫ്റ്റ് ആൻഡ് സിൽക്കി ആക്കി മാറ്റാൻ ഈ ഒരു കണ്ടീഷണറിന് സാധിക്കും. ഡീപ് നറിഷ്മെന്റ് ഫോർ ഷൈനി ഫ്രീസ് പ്രൊട്ടക്റ്റഡ് ഹെയർ ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ട് 175 ml അപ്പം ഇതിന്റെ പ്രൈസ് വന്നിട്ട് 199 ആണ്. അപ്പം ഇതിന്റെ ml കുറഞ്ഞതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രൈസും അത്രയും നമുക്ക് കുറവായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇതൊരു ചെറിയ ബോട്ടിലാണ്. എൻ്റെ ഇപ്പോഴത്തെ മുടി എന്ന് പറയുന്നത് ഞാൻ ഹെയർ കളറിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹെയർ കളറിങ് ചെയ്ത ആ ഒരു പാർട്ടിലെ ഹെയർ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഡാമേജ്ഡ് ആയിട്ടിരിക്കുകയാണ്, കുറച്ച് ഫ്രിസി ആയിട്ടിരിക്കുകയാണ്, മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനിപ്പോൾ ഈ ഡവിൻ്റെ ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് നല്ലൊരു മോയ്സ്ചറൈസേഷൻ എഫക്റ്റാണ് കിട്ടിയിട്ടുള്ളത്. മാനേജ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ ആ ഒരു ഫ്രിസിനെസ് ഒക്കെ മാറി കുറച്ച് ഷൈനിങ്ങും കുറച്ച് സിൽക്കി ആയിട്ടുള്ള ഒരു രീതിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടുകൂടിയാണ് ഞാൻ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ മറ്റു പല പ്രോഡക്റ്റൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഹെയർ ടൈപ്പിനനുസരിച്ചല്ല എന്നുണ്ടെങ്കിൽ നമുക്കതൊരു അഡ്വേഴ്സ് എഫക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് അപ്പം അത് നമുക്ക് നമ്മുടെ മുടിക്ക് കിട്ടില്ല. അപ്പം നമ്മളുടെ മുടി ഏത് ടൈപ്പാണെന്ന് നോക്കിയിട്ടും അതനുസരിച്ചിട്ടുള്ള ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഫ്രിസി ആയിട്ടുള്ളതും ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്കും
ഈ ഒരു ഡവിൻ്റെ ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ വാങ്ങി യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ എൻ്റെ മുടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നേരത്തെയുള്ള വീഡിയോസിൻ്റെയൊക്കെ ഞാൻ ബാക്കിൻ്റെ പാർട്ട് തമ്പനയിലായിട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എടുക്കാൻ നേരത്തെ എനിക്ക് തന്നെ മനസ്സിലാവും കുറച്ച് ഡ്രൈ ആൻഡ് ഫ്രിസി ആയിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പം ഇത് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് നല്ല രീതിയിലുള്ളൊരു എഫക്റ്റാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഫ്രിസി ടൈപ്പ് ഓഫ് ഹെയർ ആയിട്ടുള്ളവർക്കും ഈ ഒരു ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ വാങ്ങി യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എല്ലാവർക്കും പാടും ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.